നമ്മുടെ ദേശീയ മൃഗം ദേശീയ മൃഗോ വേറെ അപ്ഡേറ്റ് അത് അലീന ചന്ദ്രൻ സൂര്യ നിന്റെ ഡാഡി മകനെ സൂര്യരച്ചനാണ് സൂര്യരച്ചനാണ് അതെ സൂര്യരച്ചനാണ് അതെ അതെ ജോണി മാമ ഒന്നോട് വരുമോ കൈനീട്ടം തന്നോ നീട്ടി കൊടുത്തേക്ക് തന്നോ കൈനീട്ടം തന്നോ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അലീന കൈനീട്ടം അതെ കൊച്ചിന്റെ അച്ഛനല്ലേ കൊച്ചിരാ കൊച്ചിന് കൈ നീട്ടി ഒരെണ്ണം കൊടുക്കണോട്ടാ. ഇതാരാ എല്ലാരോടും പറഞ്ഞു നടക്കണ ഞാൻ കൊച്ചിന്റെ ഗേൾഫ്രണ്ട് അതാ. ഇതാരാ പോകുന്ന ആള്. സൂര്യ ഇതാരാ ആ ഓക്കെ ഓക്കെ നീ എന്താടാ അങ്ങനെ പറഞ്ഞ സൂര്യ നിന്റെ നീ ആന്റിന്ന് വിളിക്കണം ആന്റിന്ന് ആന്റി വിളിച്ചാലും കുഴപ്പമില്ല വിളിച്ചോ. എന്നിട്ട് അവൻ പറഞ്ഞു അതെ എലീന എന്റെ ഫ്രണ്ട് ഉണ്ട് സാറ ഇവൻ ആന്റിന്നാ വിളിക്കണേ. എന്നിട്ട് അല്ല റൂബിനോട് ഇവൻ ആന്റിന്ന് വിളിച്ചിട്ട് പറഞ്ഞ് അമ്മ ആന്റി ലവർന്ന്. സൂര്യ നോണോ പറയല്ലേ. എന്നിട്ട് പറഞ്ഞു ഒരുമിച്ച് ഡേറ്റിന് പോണെന്ന്. പോയല്ലോ പോയില്ല അലീന ഇത് രൂപത്തിന്റെ ഇത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമല്ല ഈ രൂപല്ല ഇത് ചോരയുടെ പ്രശ്നമൊന്നുമല്ല. ഞാനൊരു കാര്യം പെട്ട അലീന യവന്റെ അടുത്ത് ഇങ്ങോട്ടൊന്നും നീ യവനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാ അച്ഛനെ പോലെ ആവല്ലേ അതല്ല ഈ രൂപത്തിലും ഈ പുറത്തേക്കുള്ള രൂപത്തിന്റെ സ്വഭാവം കാണിക്കില്ലെന്ന് പറയണം. ഞാൻ വന്നപ്പോ കുടുംബകലഹം കേട്ടോ അലീന അത് ആര്യയുടെ കാലിലായിരുന്നു. അലീന യവന്റെ അടുത്ത് പുറത്തുള്ള രൂപത്തിന്റെ സ്വഭാവം കാണിക്കില്ലെന്ന് പറയണം. ഇത് അതിന്റെ പ്രശ്നമാണ് മനസ്സിലായില്ലേ. ഇവൻ ഇവിടത്തെ അല്ല അണ്ണു ഞാൻ ഒരു കാര്യം പെട്ടാ ഈ സൂര്യല്ലേ സൂര്യ ബോസില്ലേ ഈ സൂര്യല്ലേ ഇവ പുറത്തെ രൂപത്തിന്റെ സ്വഭാവമാണ് അകത്ത് കാണിക്കുന്നത്. അല്ല പുറത്തല്ല അകത്തെ സ്വഭാവം വെളി കാണിക്കുന്നത്. എടാ സൂര്യ നീ അകത്തെ രൂപത്തിന്റെ സ്വഭാവം അകത്ത് കാണിക്കണം. അല്ലാതെ അകത്തെ രൂപത്തിന് പുറത്തെ സ്വഭാവം വരാൻ പാടില്ല. ഈ സൂര്യ എന്താണ് അവന്റെ അടുത്ത് പുറത്തിട്ടത്? ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ ജോണിയമ്മ വന്നേ ചുമ്മാ മറല്ല ഫ്രണ്ടിന്ന് മറല്ല ജോണിയമ്മ പ്രശ്നം പറഞ്ഞ ജോണിയമ്മ യവന്റെ ഇവിടത്തെ രൂപത്തിന് പുറത്തെ രൂപമല്ലേ അവന്റെ പുറത്തെ രൂപം IRL സ്വഭാവം IRL സ്വഭാവം അകത്ത് കൊണ്ടുവരണം. ഈ മനസ്സിലായില്ലേ ഈ കണ്ട പെമ്പിളടുത്തൊക്കെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ അവനെ പ്രായമുള്ള അതുണ്ട് ഈ പൈസ വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത് തെറ്റല്ലേ? അത് പോയി കഴിഞ്ഞാൽ തന്തയ്ക്ക് കേസ് വരുന്നത്. ഇച്ചിരി പ്രായമില്ലാന്ന് പറഞ്ഞ് തന്തയെ പിടിച്ചോണ്ടു. ഇവിടുത്തെ നിയമം അങ്ങനെയാണ്. സത്യം ട്രൂ. കൊച്ചിനെ കുറച്ച് അടിച്ചു പഠിപ്പിക്കാൻ അവൻ എന്നോട് പറഞ്ഞ ഞാൻ എന്റെ ബോയ്ഫ്രണ്ടിന് അവൻ എനിക്ക് വിഷം മേടിച്ചു തരും. അത് ഞാൻ എന്റെ ബോയ്ഫ്രണ്ടിന് കൊടുക്കണം. ഷെർലോക്ക് ഹോംസ് അതൊരു കമ്പനിയുടെ പേരല്ലേ? അല്ല ഷെർലക് ഹോംസ്. ഓക്കേ 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 ഷെർലക് ഹോംസ്. ഓക്കേ ഓക്കേ ഓക്കേ. ഇവൻ പറഞ്ഞു ഞാൻ അങ്ങേരെ വിഷം കൊടുത്ത് കൊന്നിട്ട് ഇവനെ കെട്ടണം. ഞാൻ പറയട്ടെ അവനൊരു ഞാൻ വിളിക്കാം അവന്. എടാ സൂര്യ എടാ നിന്നൊരു വാവയെ പോലെ കാണാന്ന് മോനെ പോലെ. എന്റെ പേര് ചന്ദ്രൻ ബോസ്.
അതെ 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 ഞാൻ കൊറേ ദിവസമായിട്ട് കൊച്ചു അച്ഛനും അമ്മ കാണണമെന്നുണ്ട് എനിക്ക്. അതെ അതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ അപ്പൊ അവൻ പറഞ്ഞ അച്ഛനും അമ്മ കല്യാണ ആലോചനയായിട്ട് വരും എന്നുള്ളത്. യെസ് എന്റെ നമ്പർ 047 ആണ്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ 047 ആണ്. അവൻ എന്നോട് 0472 ആണ്. തെറി വിളിക്കലടാ. ആ ഇവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു. ആ 47 എന്നാടാ പറഞ്ഞേ? என்னோட பழைய நம்பர் இப்ப என் நம்பர் 8055 அது யாருக்கும் கிட்டாத நம்பர் ആണല്ലേ? ഓക്കെ. யாருக்கும் கிட்டாத கழிவிല്ല എന്തോന്നില്ലാന്ന് അവൻ പറഞ്ഞ ഒന്നും മനസ്സിലാവത്തില്ല. മനസ്സിലായില്ല. ഞാൻ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാൻ അങ്ങോട്ട് പോട്ടെ. ഇല്ല ഇല്ല. ഓക്കെ ഓക്കെ. ഈ സിറ്റിയിൽ കുറെ കൊച്ചു ഹാപ്പി വിഷുടാ. ഹാപ്പി വിഷു ഹാപ്പി വിഷു അനിയനെ ഹാപ്പി വിഷു. ഒരു മിനിറ്റ് ഒരു 100 ചിലവാക്കണം. ഐഡി പറ. ആ ഞാനൊരു 101 ഇട്ടിട്ടുണ്ടേ. ഹാപ്പി വിഷു. ചന്ദ്രു ഹാപ്പി വിഷു. നിന്റെ അച്ഛൻ എന്തൊരു കൊരങ്ങനാ? ചന്ദ്രു ചന്ദ്രു എന്താ കീരി അത്? ചന്ദ്രു ചന്ദ്രു ഹാപ്പി വിഷു. ആ താങ്ക് യു കൈനീട്ടം കിട്ടിയോ ചന്ദ്രുവിന്? ഇവിടെ നോക്കെ കാശ് വന്നോണ്ടിരിക്കുന്നു. ഓ മകനാണ് മകനാണ്. കിട്ടിയില്ല. ഇതോ அப்பா போன தடவை விஷுக்கு ஏதோ മറ്റൊരു ബിഷറ്റിന്റെ വിട്ടേക്ക്. അത് ഞാൻ ഒരു നോക്കട്ടെ. ഇതേത്തോടെ നീ സൂര്യ എന്തായാലും മ്യൂസിക് ഇപ്പൊ വരും. വെയിറ്റ് ரைட்ல வரும் നിങ്ങൾ ഫ്രീ ആണോ? റൈറ്റില് ஒரு பிரச்சனை நடந்தது நினைச்சேன் ഹലോ ആര് കരയുന്നു? ചന്ദ്രന്റെ മോനെ. ഇങ്ങനെയാണ് പണ്ട് ഹലോ? സൂര്യ വന്നപ്പോ ഇങ്ങനെയായിരുന്നു. അവന്റെ സൗണ്ട് ഇടായിരുന്ന പേടിച്ചിട്ട്. സൂര്യന്റെ സ്വായിന്ന് സൗണ്ട് കേട്ടായിരുന്ന? കേട്ടോ ഹലോ ഹലോ ഇവിടാരെങ്കിലും നിപ്പുണ്ടോ? എല്ലാരും ഉണ്ടല്ലോ. എനിക്ക് കണ്ണ് കാണത്തില്ല ഏട്ടാ. കണ്ണ് കാണത്തില്ലേ? നിങ്ങളെ കാണാൻ പറ്റുന്നില്ല. ഞാൻ ഇന്ന് വന്നേ. കണ്ണ് തുറന്ന് നോക്ക്. എനിക്ക് സൗണ്ട് മാത്രമേ കേൾക്കത്തുള്ളൂ ചേട്ടാ. ആര് പെറ്റ് തള്ളി വിടുന്നറ ഇതൊക്കെ ഇത്രയും പിള്ളേർ ഉണ്ടാവേ. കൊച്ചിന്റെ കൂടെ ആരും വന്നില്ലേ? அப்பா எனக்கு அறியாதப்பா സൂര്യ നിന്റെ ചേട്ടനായത്. அதெல்லாம் இல்ல அது யாரும் അറിയാതെ ഇല്ല ഞാൻ ഇനി ഉള്ളതിനെ കളയാനേ നോക്കത്തുള്ളൂ അലീന. എനിക്കിനി ഓരോന്ന് പറഞ്ഞതിനായിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കാൻ വയ്യ. ഇങ്ങനെ ബുദ്ധിമുട്ടാ. അങ്ങനെ അല്ലല്ലോ കുറച്ചു ദിവസം മുന്നേ പറഞ്ഞേ. എന്ത് പറഞ്ഞു? ഇങ്ങനെ സിറ്റി ഫുള്ള് ഇങ്ങനെ മറ്റേ സൂരജ് നടന്നതുപോലെ എല്ലാരും ദത്തെടുത്ത് നടക്കണം. ഞാൻ വിചാരിക്കണ ഒരു അനാഥാലയം തുടങ്ങണം. അനാഥാലയം തുടങ്ങിയിട്ട് തന്തയില്ലാത്തവന്മാരെയും തന്തയില്ലാത്തവന്മാരെയും അതില് അല്ലല്ല അയ്യോ അത് ഭയങ്കര ഒരു വൃത്തികേടായി. അതായത് ഓർഫൻസ് ആയിട്ടുള്ള ആൾക്കാരെ അതെങ്ങനെയുണ്ട്? അത് നല്ല ആ ഓർഫൻസ് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ അതിലോട്ട് ആഡ് ചെയ്യുന്നു. അപ്പൊ അവരെ വിഷയങ്ങൾ സംസാരിക്കാനും അവരെ വിഷയങ്ങളിൽ ഇടപെടാനും ഞാനായിരിക്കണം. അതായത് അവരുടെ ഗാർഡിയൻ പോലെ. പക്ഷെ അവര് നമുക്ക് പേ ചെയ്യണം. അതായത് മന്ത്ലി ഒരു 10, 20, 50 കോടി. മറ്റേ ഭിക്ഷ എടുക്കണത് പോലെ പിള്ളേരെ കുറച്ചുപേരെ സെറ്റ് ആക്കിയിട്ട് അങ്ങനല്ല ഇത് രജിസ്ട്രേഷൻ ഫീ. അല്ല രജിസ്ട്രേഷൻ ഫീ 10 കോടി. രജിസ്ട്രേഷൻ ഫീ പാവപ്പെട്ടവരൊക്കെ എന്ത് ചെയ്യും? അല്ല ഞാൻ പറയണ ഇപ്പൊ അലീന ഇപ്പൊ കിരി നിന്റെ അച്ഛനുണ്ടാ? അല്ല അച്ഛൻ ഉണ്ട്. അജീവനോടുണ്ടോ? ഉണ്ട്. നിനക്കെന്നെ 40 വയസ്സുണ്ട്. ചുമ്മാ ഇരിയടേ നീ ചുമ്മാ ഇരിയടേ. ഒന്ന് വിളിച്ചോണ്ടോന്നു? പിന്നില്ലാതെ ഏത് സിറ്റിയില്? എടാ എനിക്ക് പറയാൻ പേരെങ്കിലും ഉണ്ട്. നിന്റെ അച്ഛന്റെ പേരെന്തുവാ? എടാ എന്റെ അച്ഛന്റെ പേര് ഇല്ല എനിക്ക് പേരെങ്കിലും പറയാവോ? നിനക്ക് അതെങ്കിലും ഉണ്ടോ ചന്ദ്ര? പേര് പറയാൻ എനിക്കില്ല. മനസ്സിലായില്ലേ? പക്ഷെ അപ്പൊ വിടരുത്. അല്ല അതല്ല ഓർഫൺ എന്ന് പറയണ മണ്ടറാണോ? എന്തായാലും ഞാൻ ദിവ്യഗർഭത്തിലൊന്നും ഉണ്ടായതല്ലോ. അതുകൊണ്ട് എനിക്ക് അച്ഛനുണ്ടാവും. അത് ആരെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചന്ദ്രന്റെ അച്ഛൻ ജോണാ. ജോണേ ജോൺ
ചന്ദ്രബോസ് ആ ജോൺ ഡാഡി എന്താ എന്നെ ജോൺ ഡാഡി വിളിക്കണോ? അറ്റ്ലീസ്റ്റ് ജോസ് ബോസെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ മതിയായിരുന്നു. ഞാൻ കാര്യം പറട്ടാ No, no, കിരി John. അല്ല അലീന പറഞ്ഞു Daddy. എടാ Yes. ഇപ്പം ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ചതാ വഴിയില്. അതെ. അതുകൊണ്ടാണ് ഓർഫൻസ് എന്ന് നമ്മള് അങ്ങനെ പറയണേ. അതിപ്പോ ഇപ്പൊ നിനക്ക് തന്തയുണ്ടെന്ന് പറയുന്നത് എവിടെ ആളെ എനിക്കില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു ഓക്കെ ഞങ്ങൾ അനാഥരാണ്. ഞങ്ങളെ സൂര്യ അച്ഛനാണ് നോക്കിയത്. ഫാദർ സൂരജ്. സൂരജ് ആ സൂരജ് അത് ഇല്ലത്തിന്റെ പേരല്ലേ? അതാ സൂരജ് വർഗീസ് ആന്റണി. ശരി ജോൺ പെപ്പെ. அப்பா உனக்கு விசுக்கு என்ன ஸ்டோரின்னு தெரியுமா? அப்பா அம்மாக்கு அறியல, உனக்கு என்ன ഇല്ലേ? ஸ்டோரி தெரியுமா விசுன்னு? വിഷുവിന്റെ സ്റ്റോറി ഒന്നും എനിക്കറിയണ്ട. അപ്പൊ ഞാൻ പറഞ്ഞ കിരി നിനക്ക് കൊണ്ടുവരാൻ തന്നില്ല. അപ്പൊ നീ ഓർഫൺ ആണ് ശരിക്കും. ഇല്ല കാരണം നിനക്ക് എടാ അച്ഛൻ എനിക്ക് കുടുംബമുണ്ട്. എടാ സിറ്റിയിലല്ലേ ഉള്ളു, എനിക്ക് കുടുംബമുണ്ട്. പക്ഷെ ഇപ്പൊ ഇല്ലാത്ത എടാ, പോലെയാണല്ലോ. നിനക്കൊരു പെണ്ണ് ഇവിടെ പോലും ഇല്ലെന്ന് വെച്ചിട്ട് നിനക്കൊരു എടാ, നീ ഇപ്പൊ- പറയാനായിട്ട് നീ ഒരു ഇപ്പൊ- പെണ്ണ് നീ പോലും ഇപ്പൊ നിനക്ക് ഇവിടെ ജോലിക്ക് കിരി. വേണ്ടി- നിനക്ക് ഇല്ല, പറയാനായിട്ട് ഒരു ജോലിക്ക് പെണ്ണ് പോലും വേണ്ടി. ഇല്ലടാ കിരി. ആ നിനക്ക് മറ്റത് പറയാൻ കുടുംബോ? പറ്റത്തോണ്ട് ഇതിൽ പിടിച്ചേട്ടാ. ഏത് അലീന നിനക്കൊരു മനസ്സിലായില്ലേ? പെണ്ണുങ്ങളുണ്ടോടാ നിനക്ക്? മറ്റത് പറയാൻ പറ്റത്തോണ്ട് ഇതിൽ പറയാനായിട്ട് പിടിച്ചേട്ടാ. നിന്റെ ആ. അവള് പൊന്നാന്ന് വിളിക്കുന്നതിന് വരെ എന്നെ വിളിക്കാം. ഥു. നിന്നെ വിളിക്കേണ്ട എനിക്ക് ഈ body പൊന്നെയാണ് കാണുമ്പോ വേറൊരു സാധനം ഓർമ്മ പറഞ്ഞ ഈ ബോഡി എനിക്ക് കാണുമ്പോ ഓർമ്മയുണ്ട്. മനസ്സിലായില്ലേ? നിന്നെ വിളിക്കേണ്ട പൊന്നെയാണ് വേറെ പൊന്ന. അപ്പൊ നീ ഇപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ ഹർട്ട് ഇല്ല ഞാൻ ഹർട്ട് അവനെ ഹർട്ട് ചെയ്തില്ലേ? അപ്പൊ എനിക്ക് ഹർട്ട് ചെയ്യണം. അല്ല എനിക്കത് ഹർട്ടായില്ലേ? എടാ കാണ്ടാമൃഗത്തിന്റെ തോലുള്ളവനെ മനുഷ്യരാണെങ്കിൽ ഹർട്ടാവും കുറച്ചെങ്കിലും. എനിക്കത് മനസ്സിലായ ഹർട്ടാവേണ്ട ആവശ്യമില്ല. ഇതാരവൻ? സാബുരാണ്. ഹലോ അയ്യോ അയ്യോ അല്ല അല്ല സാബുരല്ല. ആറാ നീ? സാബ് Yes, yes. ഓ പീറ്റർ ചന്ദ്ര ദിസ് ഈസ് പീറ്റർ നമ്മുടെ സ്കൂളിലെ പുതിയ സ്റ്റുഡന്റ്. സ്റ്റുഡന്റ് ഈ കാളമുട്ടനാ മലയാളം ബംഗാളിയാ? യാ ഇതേ സ്റ്റുഡന്റ് ബംഗാളിയാണ്. മലയാളം പഠിക്കാതിരിക്കുകയാണെങ്കിൽ നിന്നെ പഠിപ്പിക്കാൻ പോണ വേറൊരു ബംഗാളിയാണ് കേട്ടോ. നീ ഏത് ഭാഷയില അവന് പറഞ്ഞു കൊടുക്കുന്ന ഈ ഇതൊക്കെ? கச்சடா അറിയും. അലീന ഒന്ന് ഇവന് ചന്ദ്ര ഇവന് ഹിന്ദി അറിയോ? इसका नाम इसका नाम चंद्र बोस. चंद्र बोस है. मेरा नाम चंद्र बोस है. तुम्हारा नाम? मेरा नाम पीटर हाँ ओके बॉस अड़ी No. അല്ലേ भाईजान ബൈജി ഇത് എന്ന് ബൈജിയാ? അല്ലല്ല ഞാൻ ബോസ് ആടി അങ്ങനെ പറഞ്ഞു. Okay boss. എന്റെ പേര് बॉस बॉस आदि उसका नाम बोसडी. ചന്ദ്ര ബോസ്. ഐ ആം ചന്ദ്ര ബോസ്. बोसडी. ഇല്ല ഞാൻ ചന്ദ്ര ബോസ് People ഉള്ളി. call him. सिटी का बॉस ചന്ദ്ര ബോസ് ഉള്ളി. Yes yes. അല്ല എവനൊക്കെ वो ഇത്ര വലിയ language പിള്ളേരൊക്കെ मेरे को मालूम है. ബ്രോ ഇത് സ്പെഷ്യൽ ക്ലാസ്. യു ആർ ലുക്കിംഗ് സോ ബിഗ്. മലയാളം നിന്തിനാ പഠിക്കാൻ പോണ അവിടെ വലിയ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജിങ് മലയാളം പഠിക്കണം. മലയാളം ആരാ പഠിപ്പിക്കണേ? ഞാൻ പഠിപ്പിച്ചു നല്ല തനി മലയാളം. ബാബു സർ. ആ പഠിപ്പിക്കും സാർ പഠിപ്പിക്കൂ സാർ. बहुत मुश्किल है സാർ. കാലിന് പിടിക്കണ്ട. സാർ ഇതല്ല സാർ വേറെയാ. കാലിന് പിടിക്കണ്ട. നോ ടച്ച്. नहीं है सर ഫയർ मैं ടച്ച് सोचा മത് ये കരോ. ഞാൻ കേട്ടെ നിന്റെ ആ പാട്ട സ്കൂൾ തുറന്നാ? അതെ. അലീനൊന്ന് കേറിയണം ഒന്ന് ഞാൻ കേറാൻ. ഈ പാട്ടാ കേറാൻ. മീൻസ് ഗുഡ്. ഓ ഞാൻ പേടിച്ചു ഒരു നിമിഷം. എന്റെ എല്ലാ വണ്ടിയും എടുത്തോണ്ട് പോയെന്ന് വിചാരിച്ചു. തമിഴ് Get in. ഇംഗ്ലീഷ് Get in. പോയിട്ട് വരാം. ജാക്കെ ജാതാ ഹൂ ആതാ ഹൂ ഭായി. ജാക്കെ ആതാ ഹൂ. എന്തോന്ന്? ഹലോ നിങ്ങളുടെ എന്താ പ്രശ്നം? ഇതാണ് മന്ദാരത്തിന്റെ ഗേൾഫ്രണ്ട്സ്. ഒരു പ്രശ്നമില്ല. ഗേൾഫ്രണ്ട്സാ? ഞാൻ ഇപ്പൊ വരാം. ബൈ. സോറി என்ன ரோகா? ഇവർ രണ്ടുപേരും ആരാ? இது வந்து மேக்கோட வைஃப். அதுக்கு அப்புறம் വൈഫോ? ആ വൈഫ്. അയ്യോ ഞാൻ വണ്ടീന്റെ അടിയിലായി. ബ്രോ ഒന്ന് എണീക്കാവോ? ഓക്കെ ആ തല ഇപ്പൊ ചെതറിയല്ലേ. ஒன்னு வந்து அப்பா அப்பனோட வைஃப். അല്ലെ എനിക്ക് ഓർഫണേജ് വെക്ക ഒരു സ്ഥലം വേണോടി കുറച്ച്. ഓക്കേ അങ്ങോട്ട് വെക്ക് ബാക്കി സൈഡില്. അണ്ണൂനെ വിളിച്ച് തറക്കല്ലടാ. അണ്ണു തുറക്കല്ലോ. അണ്ണു കേറ്.
ഇല്ല ഞാൻ വേറെ കാര്യത്തിൽ നിൽക്കും. എന്ത് പറ്റി? ആ ഇല്ല ഇപ്പൊ വരാം ഇപ്പൊ വരാം. ഞാൻ അപ്പൊ ജംഗ്ഷൻ വരാം കട്ടൻ കുടിക്കാൻ. ഇങ്ങനെ കൂടെ കയറി ഇങ്ങനെ നടക്കത്തില്ല. പിന്നെ വേറൊരു ഒരു പ്ലോട്ട് നോക്കാം നമ്മളെ പ്ലോട്ട് വീട് വെക്കാൻ. പ്ലോട്ട് എന്നാ പിന്നെ സൂര്യ ഇറങ്ങിയിട്ട് താത്താവിടെ മടിയിൽ തത്തയുടെ അല്ല താത്താവിടെ അത് പോരായിരുന്നു കേട്ടോ. താത്താവിടെ തോളി കേറ്. താത്താവിടെ തോളി കേറ് കഴിഞ്ഞ് കേറ്. താത്ത വണ്ടി കേറ്. കുണ്ടി കയറാനാ? ഞാനൊരു കാര്യം പറയട്ടെ സൂര്യ, നീ എനിക്കൊരു വീട് പണിതറ. നീ എന്തിനടാ എന്നെ വിഷമിപ്പിക്കണേ? എടാ എനിക്ക് എല്ലാരും ബർത്ത്ഡേക്ക് ഓരോ കാറും ഓരോ തേങ്ങയും ചക്കയും കൊണ്ടുവരും. ഇതൊക്കെ ആൾക്കാരെ കാണിക്കും, പ്രകസനത്തിന് വേണ്ടിയാടാ ഇതൊക്കെ പ്രകസനമല്ല, ഇതൊക്കെ പ്രകസനമല്ലേ ശരിക്കും പറ. നമ്മള് കുറച്ച് ബിസി ഷെഡ്യൂൾ നിൽക്കുവായിരുന്നു. എന്താണ് പരിപാടി? അണ്ണു ഞാനൊരു ഓർഫണേജ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നല്ല കാര്യം. അതാവുമ്പോ നിന്റെ മക്കളാണ് പറഞ്ഞു വരുന്നേരൊക്കെ അത് പിടിച്ച് താമസിപ്പിക്കാൻ. അല്ല അങ്ങനെയല്ല, നമ്മളൊരു ഗാർഡിയൻ സെറ്റപ്പ്. ഒരു ഗാർഡിയൻ ബ്രോ തള്ളി സൈഡിലോട്ടാക്കണോ ബ്രോ? വണ്ടി തള്ളി സൈഡിലോട്ടാക്കി തരുമോ? ഒന്നും അറിഞ്ഞില്ലേലും വണ്ടി കേടാകുന്നു, ബോണറ്റ് ഉറക്കുന്നു, വെറുതെ നോക്കി. അത് മതി. ഓക്കെ അല്ലേ ബ്രോ? ഒരു നല്ല കാര്യം എന്തോ ആശ്വാസം. നമ്മളൊരു ഗാർഡിയൻ ലെവൽ ഒരു ഇതാണ് കൊടുക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ ഓർഫണേജിൽ അംഗത്വം എടുത്തിട്ടുള്ളവർക്ക് നമുക്ക് എന്താവശ്യം നമ്മൾ സംസാരിക്കാൻ പോകും. കുടുംബത്തിൽ അവർക്കൊരു കുടുംബം വേണമല്ലോ ഇവരൊക്കെ നോക്കാൻ വേണ്ടിട്ട്. പിന്നെ അവർക്ക് മന്ത്ലി ഒരു ദിവസം ഇതുണ്ട്, കിറ്റുണ്ട് ഫുഡിന്റെ ഒക്കെ. അത് നമ്മള് അറേഞ്ച് ചെയ്യും ഉടനെ. ഇതെല്ലാം ഇന്ന് ഇപ്പൊ കുറച്ചേരത്തെ മൈൻഡ് വന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് ഞങ്ങൾ അങ്ങ് എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ അലീനയുടെ സ്കൂൾ ഉടനെ പൊളിച്ചു മാറ്റുന്നുണ്ടല്ലോ, അപ്പൊ ആ സ്ഥലത്തേനെ വെക്കാന്ന് വിചാരിക്കും. ചന്ദ്രനാര് കാര്യം പറയട്ടെ, എലിയുടെ സ്കൂളിലൊന്നും തൊടാൻ വേണ്ടിട്ട് നിക്കണ്ട, നീ നമ്മളൊന്നും സമ്മതിക്കത്തില്ല. അതൊന്നുമില്ല എലിയുടെ സ്കൂളൊന്നും നമുക്ക് അത് 14 പിള്ളേർ അത് പഠിക്കുന്ന ആ പിള്ളേരിന് സ്കൂളിൽ വരത്തില്ലെന്നാ പറഞ്ഞു. ഒരു പ്രാസമല്ല കേട്ടാ പറഞ്ഞത്. 10:40 എല്ലാരും പറഞ്ഞല്ലേ അണ്ണു? ഞാൻ 10:04 അതായത് 10 കുറഞ്ഞ 4 സത്യമല്ലേ? അങ്ങനല്ല, ഒരു 1, 2, 4. വിദ്യാഭ്യാസം ഇല്ലാത്തത് 1, 2, 3 അല്ലേ അപ്പാ? വേറെ അപ്ഡേറ്റ് ഉണ്ട് കേട്ടോ. ആ 2 പിള്ളേരും വരത്തില്ല. അത് മറ്റേ ചിന്നമോളൊക്കെ അവിടെ നിന്ന് രാജ്യം സൂര്യബോസ് മാത്രമേ ഇപ്പൊ അവിടെ. അങ്ങോട്ടാ പോണ ബ്രോ? എവിടെ വീടെവിടാ ബ്രോ? വീടെവിടാ ബ്രോ? ഗരാജിന്റെ അടുത്താക്കിയാ മതി. ഞങ്ങൾ പക്ഷെ കുറച്ച് ബ്രോ ഇത് നടന്നു പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇപ്പൊ ഒരു സ്ഥലം കണ്ടിട്ട് ഇപ്പൊ വരും. അങ്ങോട്ട് തന്നെ വരും. നടന്നോ? അല്ല ഞാൻ പറഞ്ഞത് ഇത് ഇതായിട്ട് ചേർത്തങ്ങ് വെച്ചാൽ നമുക്ക് ഈ ഇതായിട്ട് ഇവിടെ സ്ഥലമുണ്ട്. ഞാൻ പറഞ്ഞത് ഇവിടെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലം കേസായിട്ട് കിടക്കുന്ന സ്ഥലം എന്താ ഉണ്ട് ചെറുതാ? മാമനെയോ? അണ്ണു ഞാൻ പറഞ്ഞത് ഇതായിട്ട് അണ്ണു നമുക്ക് ഇതായിട്ടങ്ങ് ചേർത്ത് വെക്കാം. ഇതായിട്ടങ്ങ് ഒരു 10-40 പേർക്ക് തങ്ങി പറക്കാൻ പറ്റുന്ന ഒരു സ്പേസ്. മുറ്റം കുറച്ച് വലുതായിരിക്കണം ഈ എലി വിദ്യാലയുടെ കണക്ക്. ഞാൻ വിചാരിച്ച എലി വിദ്യാലയം എന്തായാലും പൂട്ടുമല്ലോ ഉടനെ. എടി കാരണം ഉണ്ടല്ലോ, ഞാൻ നിങ്ങളുടെ അലീൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നീ അവിടുത്തെ വൈസ് പ്രിൻസിപ്പൾ അല്ലേ? നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു ഉപകാരമില്ല സത്യം പറഞ്ഞ. അതായത് ഇപ്പൊ നഷ്ടത്തിലല്ലേ ഈ ലീസിലെടുത്ത സ്ഥലത്തിന്റെ ഒക്കെ റെന്റ് എങ്ങനെ അടയ്ക്കും നിങ്ങൾ? അല്ല ഇതിന്റെ ആവശ്യം ഇവന് വേണ്ടി മാത്രം സ്കൂളാ? എന്നിട്ട് അവന് വല്ല വിവരമുണ്ടോ? സൂര്യ ഇങ്ങ വാടാ. എടാ உங்களுக்கு ഫേവറേറ്റ് ഫുഡ് തന്നെ? തൈര് സാദവും ചിക്കനും. ഞാൻ ഇവന്റെ അടുത്ത് ഇത്രയും നാളെ ഞാൻ ഇവന്റെ അടുത്ത് കുറച്ച് ക്വിസ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? നമ്മുടെ ദേശീയ അല്ലല്ല മുറ്റത്തെ
മുല്ല. മുറ്റത്തെ മുല്ലപ്പൂ ഡാഷ് വിരിഞ്ഞു. ബാക്കി ഞാൻ പറഞ്ഞ ചെണ്ട് ചുണ്ട് ചെണ്ട. ഇതൊന്നും പഠിപ്പിക്കത്തില്ലേ സ്കൂളിൽ? നമ്മുടെ ഡാഷ് വിരിഞ്ഞു. നമ്മുടെ ദേശീയ എന്ത് വിരിഞ്ഞു? ഡാഷ് വിരിഞ്ഞു. തമിഴിൽ ചോദിക്കുക. നമ്മുടെ ദേശീയ മൃഗം. ദേശീയ മൃഗത്തിന്റെ അടി ഇത് മൃഗോ എടാ സൂര്യ അച്ഛന്റെ പേരല്ലാണോ ചോദിച്ചേ? സൂര്യ ഇത് സൊല്ലിടാ. സ്കൂള് ഡാഷ് വിരിഞ്ഞു ചുണ്ട്. സ്കൂൾ തന്നെയാടി ഇത്. ചുണ്ട് അണ്ടി. ഇതൊന്ന് തമിഴൊന്ന് ഒരു കാര്യം പറയട്ടെ. ഇതിനെ ആ മുതുക്കിലെങ്ങാനും 10 രൂപയ്ക്ക് വിൽക്കാനുണ്ടെന്ന് പറഞ്ഞ് വിറ്റൂടെ ഇതിനെ? ഇല്ല 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 ഇല്ല. മലയാളം ഭാഷ ഇതുവരെ വന്നിട്ടില്ല. അണ്ണു വന്നില്ല ബാബു. ബാബു സൂപ്പർ. ഇവൻ എന്റെ കൺട്രോളിലായിരുന്ന പണ്ണു. ഇവൻ കറക്റ്റ് ആയിട്ട് ജോലി ചെയ്യും. ഇവൻ പഠിക്കും. നല്ല സംസാരം, നല്ല പെരുമാറ്റം. എവളുടെ കൂടെ ഒരു സെക്കൻഡ് റേഡി നോക്കിട്ടെ. ചന്ദ്ര ഞാനൊരു കാര്യം പറയട്ടെ. ഈ സ്കൂള് തൊടാതെ നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു, നമുക്ക് ചെയ്യാം. ജോക്കി എക്സ്ക്യൂസ് മീ. നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യും ഇവിടെ. ഞാൻ സ്ക്വയർ ഫീറ്റ് ഒക്കെ നോക്കട്ടെ. സൂര്യ കപ്പിൾസ് ആണോ? സത്യം അന്ന് ഇത്ര നാളെ കിട്ടാന്നു എന്നാണ് വിചാരം. അരീനതിന്റെ ജോണിമാമനെ കണ്ടിട്ടൊന്നും ഇവർ തമ്മിൽ എന്തോ ബന്ധമൊക്കെ ഉണ്ടെന്ന്. നിങ്ങളപ്പോ ഇവരെ കണ്ട് പഠിക്കത്തില്ല? ഇല്ല, ഒരിക്കലും ഇല്ല. ജോണിമാമ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇതില് പറഞ്ഞ അണ്ണ് ഭർത്താവ് ചന്ദ്രബോസ് കാൺ റീച്ച് യുവർ ഓൾഡ് നമ്പർ. ഇവര് മരത്തിന്റെ മൂട്ടിലായിരുന്നു. ശ്രദ്ധിച്ചോ അത്? 8055 ഓൺ നമ്പർ. ആ ബോസ് அது மென்னியனோட நம்பர் வந்து வந்தா கொடுக்கணும்டா அவருக்கு. மென்னியன் இல்லല്ലോ. இல்லல்ல வருவாரு இல்ல தெரியல. ஒரு செகண்ட். அப்பா என்ன பண்ணலானே? ഹലോ ഇതാരും അനങ്ങാത്തയാണോ? പി എൽ ആണോ? ഹലോ 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 ചന്ദ്രബോസല്ലേ? അതെ അതെ. ബ്രോ ഞാൻ അസാമിയുടെ ബ്രദറാണ്. ഞങ്ങളുടെ ഒരു എൽഡർ ബ്രദറിനെ ഒരു മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. വീട്ടിലോട്ട് വന്നാ മതിയോ? പുള്ളി ഇപ്പം സിറ്റിയിലില്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വരും. വരുമ്പോ വിളിക്കാവോ? ഓക്കെ ഓക്കെ ശരി ശരി ഓക്കെ. அவர் வந்து நான் இடையில வந்து என்ன சொல்ற அப்படின்னு சொல்லிச்சாரு. അലീന ഞാൻ ഇതായിട്ട് ചേർത്ത് നമുക്ക് വെക്കാലോ? അപ്പൊ ബഹളം അപ്പുറത്ത് പിള്ളേര് ഇപ്പുറത്ത് വലിയ ഒരു പ്രശ്നമില്ല. ഒരു ചന്ദ്ര ഈ പ്ലോട്ട് ശരിയല്ല ചന്ദ്ര. ഇവിടെ കഞ്ചാവും കൃഷിയും കേസായിട്ട് കിടന്ന സ്ഥലമാണ്. ചെളി കൂടിയ സ്ഥലമാണ്, ഇവിടെ വെക്കാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ ഇതോടെ ഇരിക്കുന്നത് വേറെ ഇരിക്കുന്നത്. അല്ല ഇതിന്റെ ഇപ്പറ ഞങ്ങൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ ചോദിച്ചപ്പോ അവരതാ പറഞ്ഞു. ஐயோ இங்க ஆக்சிடென்ட் ஆகுது பாருப்பா அந்த வண்டி. இப்ப பாரு பேக் சைடுல ஆக்சிடென்ட் ஆயி. ഈ സ്ഥലം ശരിയില്ലപ്പാ, വേണ്ട. സ്കൂൾ എടുത്തലാമാ? സ്കൂളും തൊടൂല, ബസ് തൊടണമെന്നുണ്ടെങ്കിൽ ഇല്ല, കത്തൂല. ഞാൻ കത്തൂല. എനിക്ക് 3 PL. അതിന്റെ അപ്പത്തുള്ളത് മറന്നുപോയി. അലീന അല്ലെങ്കിൽ ഞാൻ നോക്കട്ടെ വെക്കാൻ പറ്റിയ സ്ഥലം. ഒന്ന് പകുതി മുറിക്കായിരുന്നു ഇതിനെ.
അലീന ഞാൻ വിചാരിക്കണേ നിങ്ങളുടെ ഈ ഇതില്ലേ ഹലോ ഇതിന്റെ പകുതി അങ്ങ് ഹലോ. മുറിച്ചാലോ നമുക്ക്? ഹലോ പകുതി ആക്കിയാലോ? ഹലോ എന്നവരാ ഇത് പകുതി ആക്കിയാലോ ഇവരെ?